ബെൽ റൈസ് ഇൻഡസ്ട്രീസിലേക്കാണ് വരുന്നത്. ബെൽ റൈസിനെ സംബന്ധിച്ചിട്ട് പരിശോധിക്കുമ്പോഴേക്കും ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു അപ്ഡേഷൻ പറയാം. ഒരു പക്ഷേ ഈ ഒരു ലിസ്റ്റിംഗ് എടുക്കുമ്പോഴേക്കും ബെൽ റൈസിന് അതിൻ്റെ ലിസ്റ്റിങ്ങിന് ശേഷം ഭേദപ്പെട്ട നിലയിലുള്ള ഒരു റിട്ടേൺ നൽകാനായിട്ട് ഇൻഡെക്സിന് അല്ലെങ്കിൽ ഈ ഓഹരിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പലപ്പോഴും ഒരു ഹെൽത്തി ആയിട്ടുള്ള കറക്ഷന് ശേഷം അവിടെ നിന്നൊരു റിക്കവറി ആവാനൊക്കെ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നും ഇപ്പോൾ ഏകദേശം ഒരു 7% കുതിപ്പാണ് കാണുന്നത്. ബെൽ റൈസിനെ സംബന്ധിച്ചിട്ട് നമുക്ക് 2 ന്യൂസുകളാണ് പങ്കുവയ്ക്കാനുള്ളത്. അതിൽ ആദ്യത്തേതെന്ന് പറയുന്നത് പോസിറ്റീവായിട്ടുള്ള ഒരു ന്യൂസാണ്. അതായത് പ്ലാസൻ സാസെ എന്നൊരു കമ്പനിയുമായിട്ട് കൈകോർക്കാനായിട്ട് ബെൽ റൈസ് ഒരുങ്ങുന്നു. ടീമിംഗ് ആൻഡ് സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു എഗ്രിമെൻ്റ് ആയിരിക്കും സൈൻ ചെയ്യുക എന്നാണ് കമ്പനി എക്സ്ചേഞ്ച് ഫയലിംഗിൽ അറിയിച്ചിരിക്കുന്നത്. ഇത് പോസിറ്റീവ് ന്യൂസായിട്ട് ഒരു സൈഡിൽ നിൽക്കുമ്പോഴേക്കും മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ന്യൂസ് എന്ന് പറയുന്നത് കമ്പനിയുടെ ഒരു പ്രൊമോട്ടർ എൻറ്റിറ്റി അവരുടെ ഓഹരികൾ അല്ലെങ്കിൽ അവരുടെ നിക്ഷേപം കുറയ്ക്കാനായിട്ട് ഒരുങ്ങുന്നു എന്നുള്ളത് തന്നെയാണ് നിക്ഷേപകരെ സംബന്ധിച്ചിട്ട് അല്പം ആശങ്കപ്പെടുന്നതിലുള്ള വാർത്തയായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നത്. ഏകദേശം 6.5% ഓഹരികളാണ് ഇപ്പോൾ ഒരു ഇക്വിറ്റി അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് ഡീൽ വഴിയായിട്ട് അവരുടെ ഒരു പ്രൊമോട്ടർ എൻറ്റിറ്റി ഇന്നിപ്പോൾ വിറ്റഴിക്കുന്നതെന്നാണ് ഇപ്പോൾ എക്സ്ചേഞ്ച് ഫയലിംഗിൽ അറിയിച്ചിരിക്കുന്നത്. ഏകദേശം 897 കോടി രൂപയുടെ ഒരു ഇടപാടായിരിക്കും നടക്കുക എന്നുകൂടി അറിയിച്ചിട്ടുണ്ട്. ഏതായാലും എൻറ്റിറ്റി ഏതാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് അപ്ഡേഷൻസ് ലഭിച്ചിട്ടില്ല. ഇനി ഒരു ഊഹം വെച്ച് അല്ലെങ്കിൽ മറ്റ് CNBCയുടെ റിപ്പോർട്ടിന് സൂചിപ്പിക്കുകയാണെങ്കിൽ സുമേത് ടൂൾസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന എൻറ്റിറ്റി ആയിരിക്കും ഇത് ഈ ഒരു പ്രൊമോട്ടർ സെയിലിലേക്ക് നടക്കുക അല്ലെങ്കിൽ കടക്കുക എന്നാണ് അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ബയറിനെ സംബന്ധിച്ചുള്ള അപ്ഡേഷൻസ് ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല. ഏതായാലും സഫാൻ, ബെൽ റൈസിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു ടെക്നിക്കൽ വ്യൂ എങ്ങനെയാണ്? ഇന്നൊരു എക്സ്പ്ലോസീവ് മൂവ്മെൻ്റാണ് ഈ ഓഹരിയിൽ കാണാൻ സാധിക്കുന്നത്. ഏകദേശം 8.51% ഒരു പ്രോപ്പർ മൊമെൻറ്റം ബിൽഡപ്പ് ക്യാൻഡിലാണ് ഫോം ചെയ്തിട്ടുള്ളത്. കൂടാതെ 168 എന്ന റെസിസ്റ്റൻസ് മറികടക്കുന്ന ബെൽ റൈസ് ഇൻഡസ്ട്രീസാണ് ഈ മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നത്. ഇന്നൊരു സ്ട്രോങ് ക്ലോസിംഗ് ലഭിക്കുകയാണെങ്കിൽ ഈ ഒരു മൊമെൻറ്റം റാലി കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റീസ് തന്നെയാണ് അനലിസ്റ്റുകൾ പങ്കുവെക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിൻ്റെ ചാർട്ട് ബിഗ് പിക്ചറിൽ നോക്കുകയാണെങ്കിൽ റീസെൻ്റ്ലി ലിസ്റ്റിംഗ് വന്നതിന് ശേഷം ഒരു പ്രോപ്പർ IPO ബേസ് ഫോം ചെയ്ത് 8 ജൂലൈയിലാണ് ഒരു ബേസ് ബ്രേക്ക്ഔട്ട് ക്യാൻഡിൽ ഫോം ചെയ്തത്. അതായത് 109 എന്ന ലെവലിൽ നിന്ന് ഒരു ബ്രേക്ക്ഔട്ട് ക്യാൻഡിൽ ഫോം ചെയ്ത് കണ്ടിന്യൂസ് അപ് ട്രെൻഡ് റാലി ആയിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. മുൻ മാർക്കറ്റ് സ്ക്രീനിങ് സെഷനിലെല്ലാം സൂചിപ്പിച്ച ഒരു ഓഹരിയായിരുന്നു. കണ്ടിന്യൂസ് ഹയർ ഹൈ പാറ്റേൺ ഫോം ചെയ്ത് ഹയർ ലെവലിൽ ഒരു പ്രോപ്പർ ബേസ് ഫോർമേഷൻ, അതിനുശേഷം കറണ്ട് ഡേ ഒരു പ്രോപ്പർ ബ്രേക്ക്ഔട്ട് റാലി. ഈ ഒരു റാലി കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റീസ്, കാരണം ഒരു വിന്നിംഗ് സ്റ്റോക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഒരു സ്റ്റോക്കാണ്. കൂടാതെ മൂവിംഗ് ആവറേജ് എല്ലാം കീ മൂവിംഗ് ആവറേജസ് എല്ലാം പ്രോപ്പർ സപ്പോർട്ട് സോണായി ഈ ഒരു ഓഹരിയിൽ ആക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു റാലി കണ്ടിന്യൂ ചെയ്യാനുള്ള ഈ റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡിക്കേഷൻസ് എല്ലാം റാലി കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റീസ് തന്നെയാണ് അനലിസ്റ്റുകളെല്ലാം പങ്കുവെക്കുന്നത്.